ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും അതിന്റെ സൊല്യൂഷൻ എന്നും പറയുന്നതിന് മുന്നേ നമുക്ക് ബേസിക്കലി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എന്താണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ മീൻ ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് എന്താണ് എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ വെച്ചിട്ട് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ മീൻ ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. റൈറ്റ്, നമുക്ക് എന്തായാലും അറിയാം ഇൻ ജനറൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്തുവാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് ബേസിക്കലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. നമുക്ക് എന്തായാലും അറിയാം, നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഇക്വേഷനകത്ത് ഞാൻ എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് അതിനകത്തുനിന്ന് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കിട്ടും. റൈറ്റ്, അതായത് ഞാൻ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സപ്പോസ് എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നും എക്സ് ഇസ് ഈക്വൽ ടു -1 എന്നും കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാൻ ഈ എക്സിനെ എടുത്ത് ഇവിടെ കൊടുത്താൽ എനിക്ക് എന്റെ റൈറ്റ് സൈഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാൻ ഈ എക്സ് എടുത്ത് ഇവിടെ കൊടുത്താലോ റൈറ്റ് സൈഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാൻ ഈ രണ്ട് എക്സും അല്ലാതെ, അതായത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറയുന്ന ഈ രണ്ട് നമ്പേഴ്സും അല്ലാതെ വേറെ ഏത് നമ്പർ ഇവിടെ കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് നമ്പേഴ്സിനെയും ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വേ ഉണ്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ആ ഇക്വേഷനാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. പക്ഷേ ഇൻ ജനറൽ നമുക്ക് അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഗസ് ചെയ്താണ്. ഞാൻ ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് ഞാൻ ജസ്റ്റ് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. എനിക്ക് റൈറ്റ് സൈഡ് 0 കിട്ടുന്നു നോക്കുന്നു. ഫൈനലി ഞാൻ കുറെ ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോൾ എനിക്ക് ഫൈനലി റൈറ്റ് സൈഡ് 0 എന്ന് കിട്ടും. സോ ഞാൻ മനസ്സിലാക്കുന്നു, ഓക്കെ റൈറ്റ്, ഇതാണ് എൻ്റെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. റൈറ്റ്, അപ്പൊ നമുക്ക് എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ്, അതായത് ഞാനിവിടെ കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ നമുക്ക് ഇതേ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ഇക്വേഷൻ ആണ്. എക്സ് പ്ലസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അതായത് അതൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷനെയും അതിന്റെ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് ബേസിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ പറയുന്നത്? ഓക്കെ, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ആണ് y. ആ വൈന്റെ ഡെറിവേറ്റീവും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ആ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് -x/y ആയിരിക്കും. റൈറ്റ്, അതാണ് ആക്ച്വലി y എന്ന് പറയുന്ന ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. റൈറ്റ്, അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ബേസിക്കലി ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെയും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. എനിക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ള റിലേഷൻഷിപ്സും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് dy/dx. അതും ആ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. റൈറ്റ്, ആൻഡ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷൻ ആക്ച്വലി എന്താ പറയുന്നത്? എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് y. ആ ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് ആ ഫംഗ്ഷനെ 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ആ ഫംഗ്ഷൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനം സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത സാധനത്തിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് ആൻഡ് ആ ഫംഗ്ഷന്റെ കൂടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഹോൾ തിങ്ങിന്റെ കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ എന്നാലും ബേസിക്കലി ഇത് പറയുന്നത് ഒരു ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷന്റെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി y ആണ്. അപ്പൊ അതാണ് y ആണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ. ഓക്കെ, റൈറ്റ്. എക്സ് ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ബിക്കോസ് ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. y ആണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ. റൈറ്റ്, എങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. y കണ്ടുപിടിക്കുക. ആ y ആണ് ഇതിന്റെ സൊല്യൂഷൻ. ബിക്കോസ് നമ്മുടെ മുമ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുക. അവിടെ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ അൺനോൺ എക്സ് ആണ്. ആ എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് സൊല്യൂഷൻ. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ അൺനോൺ ആണ് y, ആ ഫംഗ്ഷൻ. അത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് ബേസിക്കലി എന്തോന്ന് ഇതിന്റെ സൊല്യൂഷൻ. റൈറ്റ്, എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഈ ഒരു സിംഗിൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ വരുമെന്ന്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത് എന്തുവാണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആകുന്ന y, ആ വൈന്റെ പ്രോപ്പർട്ടി എന്താണ്? അതിനെ ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ -x ഡിവൈഡഡ് ബൈ ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. സോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗസ് ചെയ്യാം. ഞാൻ ഏത് ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x ബൈ അതേ ഫംഗ്ഷൻ തന്നെ വരും വിത്ത് എ മൈനസ് സൈൻ. എനിക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഗസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് അതിന്റെ സൊല്യൂഷൻ.
ഓക്കെ റൈറ്റ്. വളരെ സിമ്പിൾ കേസസിലൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കേസിൽ എന്തായാലും ഗസ് ചെയ്യുന്നത് അത്ര ഈസി അല്ല. പക്ഷേ ഓക്കെ, വളരെ സിമ്പിൾ കേസസിൽ നമുക്ക് പലപ്പോഴും ഗസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ജനറൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചോദിക്കാം, റൈറ്റ്, ഇതേപോലത്തെ ഫംഗ്ഷൻസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര ഈസി അല്ല. സോ അതായത് നമുക്ക് എന്ത് വേണം? ഇതേപോലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ ടെക്നിക്സ് വേണം. അപ്പൊ ചോദിക്കാം, ഓക്കെ, എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നു. ഇൻ ജനറൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ജനറൽ വേ ഉണ്ടോ? റൈറ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ജനറൽ വേസ് ഉണ്ട്. ബിക്കോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക, ചെയിൻ റൂൾ യൂസ് ചെയ്യുക. അതുപോലെ സപ്പോസ് ഇപ്പോൾ എൻ്റെ ഒരു ഫംഗ്ഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഇൻ ജനറൽ ഓക്കെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്ട്രക്ചർ ഏതാണെങ്കിലും ഇൻ ജനറൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, ആൻസർ ആക്ച്വലി ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാലും ഒരുപോലെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്ന ഒരു ടെക്നിക്ക് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഫസ്റ്റത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെ അല്ല ആക്ച്വലി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇരിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഓർഡർ എന്ന് ഞാൻ പറയാം. പക്ഷേ ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, അതേസമയം എന്താ ഇവിടെയാണെങ്കിലോ ഇതേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് ഇത്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0ക്ക് പകരം e⁻x ആണ്. പക്ഷെ ആക്ച്വലി ഇതിന്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്. അതിലൊരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും കാണുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കുന്നത്. കാണുമ്പോൾ തോന്നുന്നു ഓക്കെ റൈറ്റ്, ഇതിന്റെ സൊല്യൂഷൻ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതെന്ന്. പക്ഷേ റൈറ്റ്, ഇത് വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, റൈറ്റ്, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. പക്ഷെ ഇത് എക്സ്ട്രീംലി ടഫാണ്. ഓക്കെ റൈറ്റ്. നമ്മൾ എന്തായാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം അതിന്റെ ജനറൽ ടെക്നിക് ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ഓക്കെ, നമുക്കറിയേണ്ടത് ബേസിക്കലി എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന്റെ സൊല്യൂഷൻ. ആൻഡ് ഫിസിക്സിനകത്ത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ പ്രോപ്പർട്ടി, നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റത്തെ ഡെഫിനിഷൻ ആണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതായത് എന്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്താണോ അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. അതായത് നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഇതിന്റെ ഓർഡർ 1 ആണ്. ഇവിടുത്തെയും ഹയസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടുത്തെയും ഹയസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്. സോ ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതേസമയം ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ്. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. റൈറ്റ്. ഇതും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതാണെങ്കിലോ ഇതൊരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബിക്കോസ് ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ⁻³ d³ എന്നാണ്. സോ ഇതൊരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ നമുക്ക് എന്തായാലും എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും അതിന്റെ സൊല്യൂഷനും തമ്മിലുള്ള ചില റിലേഷൻഷിപ്പുകളാണ്. സപ്പോസ് എൻ്റെ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വെച്ചോ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ ഇങ്ങനെ എഴുതാം. അതായത് dy/dx = സം x, y, സം ഫംഗ്ഷൻ. അതായത് ഫോർ എക്സാമ്പിൾ സപ്പോസ് എനിക്ക് dy/dx = x² - y. റൈറ്റ്. ഇതാണ് ഒരു ഫംഗ്ഷൻ. നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ എഴുതും ഇതിലാണ് dy = f(x, y) dx. ഞാൻ രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യും. റൈറ്റ്. എന്ന് വെച്ചാൽ ഞാൻ രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഈ സൈഡ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഓക്കെ ഇൻ ജനറൽ എക്സും വൈയും കാണും. ഞാൻ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും? വൈൻ്റെ ടേം എല്ലാം ഐസൊലേറ്റ് ചെയ്ത് ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും. ഫൈനലി എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? y = സം ഫംഗ്ഷൻ ഓഫ് x പ്ലസ് സം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അതായത് നമുക്കറിയാം ഞാനൊരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? അതായത് എനിക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടി വിത്ത് സം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് നിലച്ചേക്കാം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സപ്പോസ് ഇപ്പോൾ ഇതൊരു ഫിസിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് പ്രോബബ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന അവിടുത്തെ എന്തെങ്കിലും ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ ആയിരിക്കും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ബൗണ്ടറി കണ്ടീഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് ആ പ്രോബ്ലം ഞാൻ സെറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്താണെന്ന് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബൗണ്ടറി കണ്ടീഷൻസ് മാറ്റാം. സോ അതിനനുസരിച്ച് എനിക്ക് എന്റെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് മാറ്റാം. അതായത് എനിക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഒരൊറ്റ സൊല്യൂഷൻ അല്ല. ഫോർ ഈച്ച് വാല്യൂ ഓഫ് ദി സി എന്റെ സൊല്യൂഷൻ ഡിഫറൻ്റ് ആയിരിക്കും. റൈറ്റ്. അതായത് എൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഉള്ളത് ഒരു സിംഗിൾ സൊല്യൂഷൻ അല്ല, ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. റൈറ്റ്. ഓക്കെ. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ബേസിക്കലി
എൻ്റെ ഈ ഫംഗ്ഷൻ ഞാൻ ഫിക്സ് ചെയ്താൽ എനിക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഏതാണ്ട് സെയിം തന്നെ ആയിരിക്കും. ഞാൻ ഈ ബൗണ്ടറി കണ്ടീഷൻ മാറ്റുന്നതിനനുസരിച്ച് ആ ഫംഗ്ഷന്റെ ഹോൾ പാറ്റേൺ ഒന്നും മാറാൻ പോകുന്നില്ല, റൈറ്റ്? അത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ആവുമായിരിക്കാം, പിന്നെ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരായിരിക്കാം, റൈറ്റ്? അതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, റൈറ്റ്? അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൊല്യൂഷൻ എന്നല്ല പറയുന്നത്, ദർ ഇസ് എ ഫാമിലി ഓഫ് സൊല്യൂഷൻ ആൻഡ് ഫോർ സം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഓർ സം ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ്, അതായത് ആ കോൺസ്റ്റന്റ് ഞാൻ ചൂസ് ചെയ്യുന്നത്, സോ ഞാൻ അതിനെ അതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഫോർ സം ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് എനിക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും, റൈറ്റ്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് മനസ്സിലായി എൻ്റെ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ഞാൻ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ എന്റെ ഫ്രണ്ടിൽ ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് വരും. എങ്കിൽ ക്വസ്റ്റ്യൻ, സപ്പോസ് ഇന്ത്യയിലുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലോ, നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. സപ്പോസ് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y dx² ഈക്വൽ ടു സം f ഓഫ് y. നമുക്ക് എന്തായാലും അറിയാം ഞാൻ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഓരോ ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് വരും. സോ ഇവിടെ 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റൻസ് ഉണ്ട്. സോ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റൻസ് ഞാൻ ബൈ ഹാൻഡ് ഫിക്സ് ചെയ്യണം. എങ്കിലും എനിക്കൊരു ഫിക്സഡ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആയിരിക്കും, റൈറ്റ്? സോ എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണെങ്കിൽ അവിടെ 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് ഉണ്ടാവും. സോ നമുക്ക് ഗെയിം മനസ്സിലായി. സപ്പോസ് ഇവിടെ 3 സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഞാൻ ബൈ ഹാൻഡ് 3 കോൺസ്റ്റൻസ് ഞാൻ ഫിക്സ് ചെയ്യേണ്ടി വരും. എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു n ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഞാൻ ബൈ ഹാൻഡ് n നമ്പർ ഓഫ് ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ഞാൻ അവിടെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, റൈറ്റ്? സോ നമുക്ക് മനസ്സിലായി എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണോ അത്രയും നമ്പർ ഓഫ് ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസ് ഫിക്സ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഫിക്സഡ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, റൈറ്റ്? എങ്കിൽ നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഫിസിക്സിലെ നമ്മുടെ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം ഫോർ ന്യൂട്ടൺസ് ഇക്വേഷൻ, ഓക്കെ, എനിക്ക് എഴുതാം d²x dt² വിത്ത് m, അതായത് ma ഈക്വൽ ടു ഫോഴ്സ്, സം ഫോഴ്സ് f ഓഫ് t, റൈറ്റ്? ഓക്കെ, എനിക്കിത് സോൾവ് ചെയ്യണം. ഓക്കെ, റൈറ്റ്? ഇവിടെ എപ്പോഴും ഞാൻ എന്താണ് ഈ ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, റൈറ്റ്? അതായത് ഈ ഫോഴ്സിന്റെ ഫംഗ്ഷണൽ ഫോം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സൊല്യൂഷൻ എന്താണെന്ന്, റൈറ്റ്? ഞാനിപ്പോ പറയുന്നത് ഇൻ ജനറൽ ആ ഫോഴ്സ് എന്ത് വേണമെങ്കിലും ആവാം, റൈറ്റ്? സോ ആ ഫോഴ്സ് ഞാൻ അവിടെ കൊടുക്കുന്നു, ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു, ഞാൻ എക്സിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതാണ് എന്റെ സൊല്യൂഷൻ. സോ നമുക്ക് ഫോർമലി ഇതെങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത് നമുക്ക് ആലോചിച്ച് നോക്കാം, റൈറ്റ്? ഫസ്റ്റ്, ഓക്കെ, റൈറ്റ്, എന്റെ കൺവീനിയൻസിനായിട്ട് ഞാനൊരു ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഡെഫിനേഷൻ ആണ് ആക്ച്വലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ d²x/dt² എനിക്ക് dv/dt എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, റൈറ്റ്? ബിക്കോസ് d²x/dt² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എഴുതാം ദാറ്റ് ഇംപ്ലൈസ് dv/dt ഈക്വൽ ടു 1/m f ഓഫ് t, റൈറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് dv ഈക്വൽ ടു 1/m f ഓഫ് t dt. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dv is equal to 1/m കോൺസ്റ്റന്റ് ആണ്, f ഓഫ് t dt. ഞാൻ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സപ്പോസ് ഇനിഷ്യൽ എന്റെ ടൈം ഈസ് ഈക്വൽ ടു 0. ടൈം ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്റെ വെലോസിറ്റി, സം ഇനിഷ്യൽ വെലോസിറ്റി, ഞാൻ അതിനെ ഓക്കെ u എന്ന് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം v ഓഫ് 0 എന്ന് തന്നെ എഴുതാം. ഓക്കെ, കുറച്ചും കൂടെ ഓബ്വിയസ് ആയിട്ട് v ഓഫ് 0, റൈറ്റ്? ആൻഡ് ആഫ്റ്റർ സം ടൈം എന്റെ ടൈം t ആവും, അപ്പോഴത്തെ എന്റെ വെലോസിറ്റി സം v ഓഫ് t. ഓക്കെ, റൈറ്റ്? എങ്കിൽ ഞാനിത് ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dv എന്ന് പറഞ്ഞാൽ v ഫ്രം ദ ലിമിറ്റ് v ഓഫ് 0 ടു v ഓഫ് t, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ കിട്ടും, v ഓഫ് t മൈനസ് v ഓഫ് 0 ഈക്വൽ ടു 1/m. ഓ, റൈറ്റ്? ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ആൻഡ് ഇവിടെ നോക്കി എന്റെ ഇന്റഗ്രേഷന്റെ ലിമിറ്റും, അതായത് ലിമിറ്റും എന്റെ ഇന്റഗ്രേഷന്റെ ഡമ്മി ഇൻഡെക്സും, അതായത് ഈ അകത്ത് കിടക്കുന്ന ഇൻഡെക്സ്, ഈ അകത്ത് കിടക്കുന്ന ഈ വേരിയബിൾ ഏതാണോ ഞാൻ എന്നെ ഡമ്മി വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? ബിക്കോസ് ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, റൈറ്റ്? ഞാനിപ്പോൾ ഇവിടെ ഈ ടിക്ക് പകരം ഞാൻ w എന്ന് യൂസ് ചെയ്താലും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ ഡബ്ല്യൂന് പകരം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അല്ലേ കൊടുക്കുന്നത്. സോ അകത്ത് ഞാൻ എഴുതുന്ന വേരിയബിളിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അതൊരു ഡമ്മി വേരിയബിൾ ആണ്, റൈറ്റ്? ഓക്കെ, റൈറ്റ്? അതായത് നമ്മൾ എപ്പോഴും കൺവീനിയൻസിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ ആ ഇന്റഗ്രലിനകത്ത് ഉള്ള ഇന്റഗ്രേഷൻ വേരിയബിളും നമ്മുടെ
ലിമിറ്റിൽ വരുന്ന വേരിയബിൾ നമ്മൾ ഒരുപോലെ ആക്കി വെക്കത്തില്ല, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. സോ ഇതേപോലത്തെ സിനാരി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് നമ്മൾ ആ ഇന്റഗ്രേഷൻ അകത്ത് കിടക്കുന്ന ആ വേരിയബിളിനെ നമ്മളങ്ങ് ഷിഫ്റ്റ് ചെയ്യും, വേറൊരു വേരിയബിൾ ആക്കും. അതായത് എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഞാൻ T1 എന്ന് വിളിക്കാം, റൈറ്റ്. അതായത് ഇപ്പൊ നമുക്ക് കണ്ടു നമ്മുടെ ലിമിറ്റിൽ കിടക്കുന്ന വേരിയബിളും ഇതും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്. നമ്മൾ കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല പിന്നീട് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1/m ഇന്റഗ്രൽ 0 to t f of t1 dt1. ഓക്കെ, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം v of t equal to v of 0 1/m 0 to t f of t1 dt1. ഓക്കെ, റൈറ്റ്. എനിക്ക് v of t കിട്ടി. ഇനി v of t എന്ന് പറഞ്ഞാൽ എന്താണ്? dx by dt. അതായത് ഈ സാധനം എന്ന് പറഞ്ഞാൽ dx by dt ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഈ dt കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. dt കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എഴുതാം dx ഈക്വൽ ടു v of 0 dt പ്ലസ് 1/m, ഓക്കെ, റൈറ്റ്, dt ഇന്റഗ്രൽ 0 to t f of t1 dt1. ഇനി ഞാൻ രണ്ട് സൈഡ് ഞാൻ അഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു ഇന്റഗ്രൽ കൊടുക്കുന്നു, ആൻഡ് ഞാൻ ഇവിടെ ഒരു ഇന്റഗ്രൽ കൊടുക്കുന്നു, ഇവിടെ ഒരു ഇന്റഗ്രൽ കൊടുക്കുന്നു, റൈറ്റ്. ഓക്കെ, അഗെയിൻ ഇന്റഗ്രേഷൻ ഫ്രം സം t is equal to 0 to capital T. സോ t is equal to 0 to നമ്മുടെ t, റൈറ്റ്. ഓക്കെ, ഇവിടെയും 0 to t, റൈറ്റ്. റൈറ്റ്, നമുക്കറിയാം t is equal to 0 ആകുമ്പോൾ അതിന്റെ പൊസിഷൻ സം x of 0. t is equal to t ആകുമ്പോൾ അതിന്റെ പൊസിഷൻ സം x of t. ഓക്കെ, റൈറ്റ്. ഇവിടെയും നമ്മൾ മുമ്പത്തെ അതേ പ്രശ്നം നമ്മുടെ ഫ്രണ്ടിൽ വന്നു. നോക്കുക, നമ്മുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t ആണ്. നമ്മൾ അതിനെ ഇന്റഗ്രേഷൻ അകത്ത് കിടക്കുന്ന സാധനം കണ്ടോ, അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടോ, ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കിടക്കുന്നത്, റൈറ്റ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ T1 കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ സാധനത്തിന് എന്തായാലും ഇന്റഗ്രേറ്റ് ചെയ്യും. ഈ സാധനത്തിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന എന്താണ്? ടി ആണ്. ടീന്റെ ടേമിലാണ് വരുന്നത്. പക്ഷെ ടി നമ്മുടെ ലിമിറ്റിലുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ നെയിംസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ലിമിറ്റുള്ള വേരിയബിൾ ഏതാണോ, റൈറ്റ്, നമുക്ക് അതും നമ്മുടെ ഇന്റഗ്രേഷൻ അകത്ത് കിടക്കുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ നമ്മൾ അകത്ത് കിടക്കുന്ന ആ ഡമ്മി വേരിയബിളിനെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വേറൊരു വേരിയബിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യും. സോ നമ്മുടെ അകത്ത് കിടക്കുന്ന ഡമ്മി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടി ആണ്. സോ എനിക്ക് എന്നെ റീപ്ലേസ് ചെയ്യണം, ബിക്കോസ് എന്റെ ലിമിറ്റ് കിടക്കുന്നത് ടി ആണ്. സോ ഞാൻ അതിനെ ടി എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടി ഡാഷ് ആക്കും. സോ ടി ഡാഷ് എവറിത്തിങ് പെർഫെക്റ്റ്. ഓക്കെ, എങ്കിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. എന്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് ഫ്രം ദ ലിമിറ്റ് എക്സ് ഓഫ് 0 to x of t എന്ന് വെച്ചാൽ ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എഴുതാം എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു, റൈറ്റ്. ഓക്കെ, എനിക്കിത് ഇവിടെയും എനിക്ക് അതേ കാര്യം വേണമെങ്കിൽ ചെയ്യാം. അതായത് ടി ഡാഷ് അവിടെ ആക്ച്വലി അതിന്റെ ആവശ്യമില്ല, എന്നാലും ചെയ്യാം. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം v of 0 അത് കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഇന്റഗ്രൽ ഡി ടി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡാഷ് ഫ്രം ദ ലിമിറ്റ് 0 to t, റൈറ്റ്, എന്ന് വെച്ചാൽ ടി പ്ലസ് 1/m അത് കോൺസ്റ്റന്റ് ആണ്. ബാക്കി എനിക്ക് വരാൻ പോകുന്നത് ഇന്റഗ്രൽ 0 to t dt ഡാഷ് ഇന്റഗ്രൽ 0 to t ഡാഷ് f of t1 dt1. ഓക്കെ, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം എക്സ് ഓഫ് ടി, റൈറ്റ്, എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് വി ഓഫ് 0 ടി പ്ലസ് ഹാഫ് എം ഇന്റഗ്രൽ 0 to t dt ഡാഷ് ഇന്റഗ്രൽ 0 to t ഡാഷ് f of t1 dt1. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം കണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമൽ സൊല്യൂഷൻ. ഓക്കെ, റൈറ്റ്. അതായത് എനിക്ക് എന്താണ് എന്റെ എഫ് ഓഫ് ടി എന്ന് അറിയാമെങ്കിൽ ആ എഫ് ഓഫ് ടി ഞാൻ ഇവിടെ കൊണ്ട് പ്ലഗ് ചെയ്യുക, ആൻഡ് ഞാൻ ഈ ഇന്റഗ്രൽ ഫുൾ ഇവാലുവേറ്റ് ചെയ്യുക. ആക്ച്വലി ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. ബിക്കോസ് ഈ എഫ് ഓഫ് ടിയുടെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ കോംപ്ലിക്കേറ്റഡ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇന്റഗ്രൽ ഇൻ ജനറൽ ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്. എന്നാലും നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു എൻ്റെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടാൻ, അതായത് എനിക്ക് എന്റെ ഫൈനൽ സൊല്യൂഷൻ കിട്ടാൻ ഞാൻ രണ്ട്
ഇനിഷ്യൽ കോൺസ്റ്റൻസ്, അതായത് 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റൻസ് ഞാൻ ഫിക്സ് ചെയ്യണം. എനിക്കിവിടെ കാണാൻ പറ്റും. അതായത് എനിക്ക് എക്സാക്ട്ലി എക്സ് ഓഫ് ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഓക്കെ ഞാൻ എന്തൊക്കെ ഫിക്സ് ചെയ്യണം? എക്സ് ഓഫ് സീറോയും വി ഓഫ് സീറോ എന്താണെന്ന് ഞാൻ ഫിക്സ് ചെയ്യണം. അതായത് ഞാൻ പറയണം എന്റെ ഇനിഷ്യൽ പൊസിഷൻ ഏത്, ഇനിഷ്യൽ വെലോസിറ്റി ഏത്. ഇത് രണ്ടും പറഞ്ഞാൽ മാത്രമേ എനിക്ക് എക്സ് ഓഫ് ടി, അതായത് എന്റെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ട്രജക്ടറി എനിക്ക് യുണീക്ലി സ്പെസിഫൈ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് എനിക്ക് ആ ഫോഴ്സ് അറിയാം എന്നുണ്ടെങ്കിൽ. ഓക്കെ റൈറ്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഓൾറെഡി അറിയാം, എനിക്കൊരു ഒബ്ജക്റ്റ് ട്രജക്ടറി എക്സാക്ട്ലി അറിയണമെങ്കിൽ എനിക്ക് എന്റെ ഇനിഷ്യൽ പൊസിഷനും ഇനിഷ്യൽ വെലോസിറ്റി അറിയണം. അത് ആക്ച്വലി ന്യൂട്ടന്റെ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. റൈറ്റ്. എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് റൈറ്റ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഫീൽഡിലാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തായി മാറും നമുക്ക് നോക്കാം. ഓക്കെ റൈറ്റ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഫീൽഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സം കോൺസ്റ്റന്റ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതായത് ഇത് ജസ്റ്റ് എഫ് ആണ്. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് എഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് ഇന്റഗ്രേഷന് പുറത്ത് വരും, ഈ ഇന്റഗ്രേഷനും പുറത്ത് വരും. സോ നമ്മുടെ എഫ് ഇവിടെ എത്തും. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനൊരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്നത്, ഈ എക്സ് ഓഫ് സീറോനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് എന്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് സീറോ, അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, അതായത് എന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ എനിക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വി ഓഫ് സീറോ ടി പ്ലസ് ആ എഫ് പുറത്ത് വരുമ്പോൾ എനിക്ക് കിട്ടും എഫ് ബൈ എം, ബാക്കി ഇന്റഗ്രൽ സീറോ ടു ടി ഡി ടി ഡാഷ്. ആൻഡ് ഞാൻ ഈ കിടക്കുന്ന ഇന്റഗ്രൽ പിന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എഫ് പുറത്ത് പോയി, ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഡി ടി വൺ ആണ്. ഇന്റഗ്രൽ ഡി ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വൺ ഫ്രം ദ ലിമിറ്റ് സീറോ ടു ടി ഡാഷ്. ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ടി ഡാഷ് എന്ന് കിട്ടും. സോ ടി ഡാഷ്. ഓക്കെ റൈറ്റ്. ഇനി ഇത് ഒബ്സർവ് ചെയ്യുക. എനിക്ക് എഴുതാം വി ഓഫ് സീറോ ടി പ്ലസ് എഫ് ബൈ എം. നമുക്കറിയാം നമ്മുടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓക്കെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിലും അല്ലെങ്കിൽ എഫ് ബൈ എം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്സലറേഷൻ ആണ്. സോ ഇത് ആക്സലറേഷൻ ആണ് റൈറ്റ്. ഓക്കെ, ബാക്കി ഇന്റഗ്രൽ സീറോ ടു ടി ഡി ടി ടി ഡാഷ്, ഇന്റഗ്രൽ ടി ഡാഷ് ഡി ടി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടി ഡാഷ് സ്ക്വയർ ബൈ ടു. സോ ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡാഷ് സ്ക്വയർ ബൈ ടു ഫ്രം ദ ലിമിറ്റ് സീറോ ടു ടി. ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കത് ടി സ്ക്വയർ എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ എനിക്ക് എഴുതാം എസ് ഇസ് ഈക്വൽ ടു വി ഓഫ് സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ റൈറ്റ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. സോ നമ്മൾ വെരിഫൈ ചെയ്തു. അതായത് സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഫീൽഡിലാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇതിനകത്തത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് കൊടുത്തപ്പോൾ എനിക്ക് എക്സാക്ട്ലി എന്റെ ട്രജക്ടറിയുടെ ഇക്വേഷൻ എനിക്ക് കിട്ടി. നമുക്ക് ഇനിയും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റൈറ്റ്, നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ലിസ്റ്റ് ചെയ്തായിരുന്നു. അതിലെ ഫസ്റ്റത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു ഇത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. റൈറ്റ്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പലർക്കും ഫെമിലിയർ ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് വേരിയബിൾ സെപ്പറബിൾ, അതായത് നമുക്ക് ഇതിനെ എക്സിനെയൊക്കെ ഒരു സൈഡിലും വൈൻ്റെ ടേമിനെല്ലാം മറ്റേ സൈഡിലും കൊണ്ടുപോകാം. സോ ഇത് ഈസിയാണ് സോൾവ് ചെയ്യാൻ. എനിക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, അതായത് ഫ്രം ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എനിക്ക് എഴുതാം y dy ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്ക് ആ സൊല്യൂഷൻ അതിന് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്. ഓക്കെ, ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ കിട്ടും? വൈ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി. ബിക്കോസ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അവിടെ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് അവിടെ ഉണ്ടായാലേ പറ്റൂ. അതാണ് ഈ സി. ഓക്കെ റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് ഈക്വേഷന് ഒരു 2 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാവും? വൈ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ്, എനിക്ക് എഴുതാം 2c മൈനസ് എക്സ് സ്ക്വയർ. ഞാൻ 2cനെ സം കെ എന്ന് വിളിക്കുകയാണ്, ബിക്കോസ് അത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കെ മൈനസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു റൂട്ട് കെ മൈനസ് എക്സ് സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. റൈറ്റ്. ഇവിടെ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് ചിലപ്പം തോന്നും എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ എങ്ങനെ വിചാരിക്കും, ഫോർ എവറി വാല്യൂ ഓഫ് എക്സ് അതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് വൈ ഉണ്ടായിരിക്കും. അതായത് സൊല്യൂഷൻ എല്ലാ വാല്യൂ ഓഫ് എക്സിലും എക്സിസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ ചിലപ്പം വിചാരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി എൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സൊല്യൂഷൻ എപ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? നമ്മുടെ എക്സ് സ്ക്വയറിന്റെ വാല്യൂ നമ്മുടെ കെയിനെക്കാളും, അതായത് എൻ്റെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, അതായത് ആ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് അതിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രമേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ.
റൈറ്റ്. അതായത് ഇവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, സൊല്യൂഷൻ എക്സിസ്റ്റ് ഇംപ്ലൈസ് എൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് അത് എന്തിനേക്കാളും ചെറുതായിരിക്കണം, റൂട്ട് എക്സ് റൂട്ട് കെയിനെക്കാളും ചെറുതായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഞാനിപ്പോൾ ഒരു ഗ്രാഫ് പോലെയൊക്കെ വരയ്ക്കുവാണെങ്കിൽ റൈറ്റ്, ഇതാണ് എക്സ് ഈക്വൽ ടു 0, സപ്പോസ് ഇതാണ് റൂട്ട് കെ, ഇതാണ് മൈനസ് റൂട്ട് കെ, റൈറ്റ്. നമ്മുടെ എക്സിന്റെ വാല്യൂ ഈ റേഞ്ചിനിടയ്ക്കാണെങ്കിൽ മാത്രമേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഫോർ ഓൾ വാല്യൂ ഓഫ് എക്സ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവാന്ന്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ചിലപ്പോൾ ബൗണ്ടഡ് ആയിരിക്കാം, അതൊരു പർട്ടിക്കുലർ റീജിയനകത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളായിരിക്കാം, റൈറ്റ്. സോ നമുക്ക് എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്യാം, അതായത് എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവാം, ആ സൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ ഡൊമൈനകത്തായിരിക്കാം എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു നോഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നിൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇതിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു അൺനോൺ വേരിയബിൾ ഉണ്ട്, അതായത് നമ്മൾ അതിനാണ് സോൾവ് ചെയ്യുന്നത്, റൈറ്റ്. ഒരു ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ആ അൺനോൺ വേരിയബിളിന്റെയും അതിന്റെ ഡെറിവേറ്റീവ്സിന്റെയും ഒക്കെ പവർ 1 ആയിരിക്കണം. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ വിളിക്കുന്നതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്ന് വെച്ചാൽ നമുക്കിവിടെ ആലോചിച്ച് നോക്കാം, റൈറ്റ്. ഫസ്റ്റ് എന്റെ ഡെഫിനിഷൻ, ലീനിയർ ഇൻ അൺനോൺ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, റൈറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക, ഇവിടുത്തെ അൺനോൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് y, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് dy/dx. നമുക്ക് നോക്കാം, ഡെറിവേറ്റീവിന്റെ പവർ 1 ആണ്, പെർഫെക്റ്റ്. അതേസമയം വൈന്റെ പവർ 1 ആണോ? അല്ല, വൈന്റെ പവർ ഇവിടെ -1 ആണ്. സോ ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അൺനോൺ ഫംഗ്ഷന്റെയോ, അതായത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ y, അതിന്റെ ഡെറിവേറ്റീവ്സിന്റെയോ പവർ 1 അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിളിക്കുന്നവരാണ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ചോദിക്കാൻ, നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ പലപ്പോഴും സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്, റൈറ്റ്. ആൻഡ് ഒരുപാട് ഒരു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോണ്ടെക്സ്റ്റിലൊക്കെ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് ആൻഡ് പലപ്പോഴും ഇത് സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി കാണും ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, റൈറ്റ്. സോ അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. ഇനി രണ്ടാമത്തെ കേസ് ആണെങ്കിലോ, ഇത് dy/dx അൺനോൺ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പവർ 1 ആണ്, ആൻഡ് വൈന്റെ പവർ 1 ആണ്, ആൻഡ് x² കിടപ്പുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, ബിക്കോസ് നമ്മുടെ അൺനോൺ ഫംഗ്ഷന്റെ പവറോ അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ പവറോ വേണം 1 വരാൻ. ബാക്കി അവിടെ എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമല്ല. സോ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേസമയം രണ്ടാമത്തതോ അല്ല, ബിക്കോസ് ഇവിടെ നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ വൈന്റെ പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. ഇനി ആക്ച്വലി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ്ട്രീംലി ഈസിയാണ് സോൾവ് ചെയ്യാൻ. ആക്ച്വലി ഇതൊരു +2 ലെവൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേസമയം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആക്ച്വലി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്ന സെൻസിൽ ഇതിനെ സോൾവ് ചെയ്യാൻ പോലും പറ്റത്തില്ല, റൈറ്റ്. ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഓൾമോസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷൻസിനും കാണാൻ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നെങ്കിലും, റൈറ്റ്. അതാ പറഞ്ഞത്, നമ്മുടെ ഒരു ഇക്വേഷൻ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും പലപ്പോഴും സോൾവ് ചെയ്യാൻ. നമ്മളത് കാണും അതിന്റെ പ്രോപ്പർട്ടീസ്, റൈറ്റ്. ആൻഡ് ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈന്റെ പവർ 1 ആണ്, അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ പവർ 1 ആണ്. അതുപോലെ തന്നെ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, വൈന്റെ പവർ 1 ആണ്, അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ പവർ 1 ആണ്, റൈറ്റ്. അതുപോലെ തന്നെ റൈറ്റ്, ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, വൈന്റെ പവർ 1 ആണ്, അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ പവർ 1 ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ നോൺ ലീനിയർ ആണോ തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലായി. നോൺ ലീനിയർ ആണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും നമുക്ക് സോൾവ് ചെയ്യാൻ. ലീനിയർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹോപ്പ് ഉണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലായി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസി ആണെന്ന് സോൾവ് ചെയ്യാൻ. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്ത നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും ഓക്കെ y⁻0 ടേം ഉണ്ടെങ്കിൽ അതിന്റെ കോയിഫിഷ്യന്റ് 0 ആയിരിക്കണം. അപ്പൊ ചോദിക്കുക എന്തോ ഈ y⁻0 ടേം? y⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 1, അതിന്റെ കോയിഫിഷ്യന്റ് 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒരിടത്തും ജസ്റ്റ് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ, അതായത് ജസ്റ്റ് f(x) ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, റൈറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും, കണ്ടോ ഇവിടെ എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ y⁻0 കോയിഫിഷ്യന്റ് ആണ്, റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഇങ്ങനെയുള്ള ടേംസ് ഉണ്ടാവാൻ പാടില്ല, റൈറ്റ്. ഇങ്ങനെയുള്ള ടേംസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും ബേസിക്കലി സെയിം തന്നെ, പക്ഷേ ഈ ടേം ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, റൈറ്റ്. അതായത് ഇവിടെ y⁻0 കോയിഫിഷ്യന്റ് ഇവിടെ 0 ആണ്. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ വിളിക്കുന്നവരാണ് ലീനിയർ
ഹോമോജീനിയസ് ഇക്വേഷൻ. അതായത് അത് ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എക്സിന്റെ മാത്രമുള്ള ഫംഗ്ഷൻസ് അതിനകത്തില്ല എന്നാണ് അതിന്റെ മീനിങ്. റൈറ്റ്. അപ്പൊ നമുക്ക് എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മനസ്സിലായി, ലീനിയർ ഹോമോജീനിയസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, എങ്കിൽ നമുക്കിനി ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. റൈറ്റ്. സപ്പോസ് ഇതൊരു ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനകത്തുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ ഇക്വേഷന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഫസ്റ്റ് സപ്പോസ് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു, എനിക്കൊരു സൊല്യൂഷൻ കിട്ടുന്നു. ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യുന്നത് നമുക്ക് ഫോർമലി സോൾവ് ചെയ്യാൻ അറിയണമെന്നില്ല, ചിലപ്പോൾ ഞാൻ ഗസ് ചെയ്തതാവാം. റൈറ്റ്. സപ്പോസ് എൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ. റൈറ്റ്. എൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. സപ്പോസ് ആ സൊല്യൂഷൻ ആണ് y1 ഇതിന്റെ സൊല്യൂഷൻ ആണ്. y1 ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാൻ ഇവിടെ കിടക്കുന്ന ഈ yക്ക് പകരം, അതായത് ഇവിടെയുള്ള ഈ yക്ക് പകരം ഞാൻ y1 കൊടുത്താൽ, റൈറ്റ്, y1 കൊടുത്താൽ എനിക്ക് റൈറ്റ് സൈഡ് എക്സാക്ട്ലി 0 തന്നെ കിട്ടുമെന്നാണ്. ഓക്കെ, സോ ഞാനൊരു y1 ഞാൻ ഗസ് ചെയ്ത് എൻ്റെ ഒരു സൊല്യൂഷൻ ആണ് y1. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ പറയുന്നു, ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഗസ് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഒരു സൊല്യൂഷൻ കിട്ടി. സപ്പോസ് ആ സൊല്യൂഷൻ ആണ് y2. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ y2 എടുത്ത് ഇവിടെ കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ. എങ്കിൽ എന്റെ ക്ലെയിം എന്ന് പറഞ്ഞിട്ടാണ് റൈറ്റ്, y1ഉം y2ഉം ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, ഓക്കെ, സം കോൺസ്റ്റന്റ് a ടൈംസ് y1 സം അനദർ കോൺസ്റ്റന്റ് b ടൈംസ് y2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ. റൈറ്റ്. ഓക്കെ, നമ്മൾ ഇതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1ന്റെയും y2ന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്നാ വിളിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതൊരു ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ 2 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ 2 സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷനും അതിന്റെ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമാണോ എന്ന്. സപ്പോസ് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഈ yക്ക് പകരം ഞാൻ y1 പ്ലസ് by2 കൊടുക്കുകയാണെന്ന് വെച്ചോ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എഴുതാം, റൈറ്റ്, ഈക്വൽ ടു d³ ബൈ dx³ ay1 പ്ലസ് by2, റൈറ്റ്, മൈനസ് 6d² ബൈ dx² ay1 പ്ലസ് by2 പ്ലസ് 11d by dx of ay1 plus by2 plus 6ay1 plus by2. റൈറ്റ്. ഓക്കെ, റൈറ്റ്. എനിക്കിങ്ങനെ എഴുതി. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ ഞാൻ അകത്തോട്ട് കയറ്റുന്നു. അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ പുറത്തും എത്തിക്കാം, ഇതിന്റെ പുറത്തും എത്തിക്കാം. ഇവിടെയാണെങ്കിൽ ഇതിന്റെ പുറത്തും എത്തിക്കാം, ഇതിന്റെ പുറത്തും എത്തിക്കാം, ഇവിടെ എത്തിക്കാം. ഇവിടെ ഞാൻ ഈ 6 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയായി. ഓക്കെ, റൈറ്റ്. ആൻഡ് എൻ്റെ എ കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ എന്റെ ടേം പുറത്തെടുക്കും. ഇവിടെ എല്ലായിടത്തും ഞാൻ ആ എന്റെ ടേം പുറത്തെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാവും? ഇതുപോലെ ആവും. അതായത് എ ടൈംസ് d³ ബൈ dx³ y1. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ടേം ഉണ്ട്, ഞാനത് എഴുതുന്നില്ല. ഇനി ഇപ്പുറത്തെ ടേം നോക്കാം. ഇപ്പുറത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6d² ബൈ dx² അതിന്റെ എ പുറത്തു പോവും, ഇത് y1. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം എഗൈൻ എ പുറത്തു പോകാന്ന് പറഞ്ഞാൽ എനിക്ക് എനെ മൊത്തത്തിൽ ഞാൻ കോമൺ ആയിട്ട് ഞാൻ എഴുതാൻ പോവാണ്. നോക്കാം അത് വർക്ക് ആവും. ഓക്കെ, എനിക്ക് -6d² ബൈ dx² y1 പ്ലസ് ഞാൻ അടുത്ത ടേം ഞാനിപ്പോൾ എഴുതുന്നില്ല. റൈറ്റ്. ആൻഡ് ഇവിടെ ആണെങ്കിലോ അവിടെയും എനിക്ക് എ പുറത്തെടുക്കാൻ പറ്റും, ബാക്കി d by dx of y1. സോ എ ഇവിടെ കോമൺ ആയിട്ട് പുറത്തു പോയി, അതായത് എ പുറത്തു പോയി, ബാക്കി 11d by dx of y1 പ്ലസ്, റൈറ്റ്, ഇവിടെ ഈ 6 അകത്ത് വരും, എനിക്ക് എനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ എ പുറത്തു പോയി, ബാക്കി 6y1. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇനി ഞാൻ ഈ സെക്കൻഡ് ടേംസ് നോക്കാൻ പോവാണ്. ഓക്കെ, സെക്കൻഡ് ടേംസ് നോക്കിയാൽ കാണാൻ പറ്റും എക്സാക്ട്ലി ഇത് തന്നെ ആയിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുക്കാൻ പോകുന്നത് എന്തിന്റെ ടേം ആയിരിക്കും? ബിന്റെ ടേം ആയിരിക്കും ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോകുന്നത്. ആൻഡ് ബാക്കി ഞാൻ എഴുതാൻ പോകുന്നത് d³ y2 ബൈ dx³ മൈനസ് 6d² y2 ബൈ dx² പ്ലസ് 11d ബൈ dx of y2, റൈറ്റ്, ഇവിടെ y1 ആയിരുന്നു, പ്ലസ് 6y2, റൈറ്റ്, ഈക്വൽ ടു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതെന്താണ്. റൈറ്റ്. നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു y1 ഒരു സൊല്യൂഷൻ ആണെന്ന്. y1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഞാൻ y1 ഇവിടെ yക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 0 അല്ലേ കിട്ടേണ്ടത്? റൈറ്റ്. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ മുമ്പത്തെ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് yക്ക് പകരം y1 ആണ് ഈ കിടക്കുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേം 0 ആണ്. സോ നമുക്ക് മനസ്സിലായി ഇത്രയും ടേം 0 ആണ്, റൈറ്റ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം y2 ഒരു സൊല്യൂഷൻ ആണ്. y2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ y ക്ക് പകരം ഞാൻ y2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈക്വൽ ടു 0 കിട്ടണം. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി, കണ്ടോ, y ക്ക് പകരം ഇവിടെ കിടക്കുന്നത് എക്സാക്ട്ലി y2 ആണ്. സോ ഇത്രയും സാധനം എക്സാക്ട്ലി 0 ആണ്. സോ അത്രയും സാധനം എക്സാക്ട്ലി 0 എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ആൻസർ 0 ആയി, റൈറ്റ്. അതായത് ഞാനിവിടെ ബേസിക്കലി എന്താ ചെയ്തേ, എനിക്ക് മനസ്സിലായി y1ഉം y2ഉം സൊല്യൂഷൻ ആണെങ്കിൽ a ടൈംസ് y1 പ്ലസ് b ടൈംസ് y2 അത് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് y ക്ക് പകരം കൊടുത്താലും എനിക്ക് കിട്ടുന്ന ആൻസർ എക്സാക്ട്ലി 0 തന്നെ ആയിരിക്കും. അതായത് a y1 പ്ലസ് b y2 ഒരു സൊല്യൂഷൻ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? സപ്പോസ് എൻ്റെ ഒരു ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയറും ഹോമോജീനിയസും ആണെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് വർക്ക് ആവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഓക്കെ, അതായത് ഇവിടെ 0ക്ക് പകരം 2 എന്നായിരുന്നു കിടന്നതെന്ന് വെച്ചോ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ആവുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ടേംസും, അതായത് ഇവിടെ ഞാൻ y1 പ്ലസ് y2 കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ഈ ടേം എല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ഈ ടേം എല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ ചേർന്ന് 4 ആയിരിക്കും മാറുന്നത്. പക്ഷെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് 2 ആവണം, റൈറ്റ്. സോ സൊല്യൂഷൻ അല്ല, റൈറ്റ്. ഓക്കെ, റൈറ്റ്. അതായത് ഹോമോജീനിയസ് ആയിരിക്കണം. ഇനി ലീനിയർ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ബിക്കോസ് സപ്പോസ് ഇവിടെ ഒരു y² ടേം ഉണ്ടെന്ന് വെച്ചോ, y² ടേം ഉണ്ടെങ്കിൽ എല്ലാം അവിടെ ഫിനിഷ് ആവും. ബിക്കോസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ y1 പ്ലസ് y2 കൊടുക്കുമ്പോൾ അത് ഇവിടെ വരുമ്പോൾ y² എന്നാ. സോ അതിനകത്ത് വരാൻ പോകുന്നത് ay1 പ്ലസ് by2 ഹോൾ സ്ക്വയർ. സോ ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ay1 ഹോൾ സ്ക്വയർ പ്ലസ് by2 ഹോൾ സ്ക്വയർ പ്ലസ് 2ay1 by2. സോ അവിടെ ഒരു 2ab ടേം വരും, റൈറ്റ്. അത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പാർട്ട് അല്ല. ആദ്യത്തെ രണ്ട് ടേംസ് ആണ് വന്നിരുന്നെങ്കിൽ അത് ഓക്കെ ആവുമായിരുന്നു, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി, അതായത് എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതൊരു ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ എൻ്റെ അതിന്റെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ പരസ്പരം ആഡ് ചെയ്ത് കിട്ടുന്ന, വെറുതെ ആഡ് ചെയ്യുന്നതല്ല, എൻ്റെ ലീനിയർ കോമ്പിനേഷൻ. അതായത് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി. അഡീഷൻ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആവാം, അതായത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ നെഗറ്റീവ് നമ്പർ ആയാൽ മതി, റൈറ്റ്. ഓക്കെ, അതും എനിക്കൊരു സൊല്യൂഷൻ ആണെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് മനസ്സിലായില്ല, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണെങ്കിൽ എന്ന് മാത്രം നമുക്ക് ഈസി ആണെന്ന്. അതായത് എനിക്ക് എൻ്റെ ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് അറിയാമെങ്കിൽ സൊല്യൂഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് എൻ്റെ ഒരു അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് സപ്പോസ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഇവിടെ ഈ 6ന് പകരം റൈറ്റ് ഇത് sin x ആയിരുന്നു എന്ന് വെച്ചോ, എങ്കിൽ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതായത് ഇതിപ്പോ ഇങ്ങനെ sin x y ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? ഒന്നും സംഭവിക്കില്ല, റൈറ്റ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോഴും ലീനിയർ തന്നെയാണ്. ബിക്കോസ് വൈന്റെ ഡെറിവേറ്റീവിന്റെയും പവർ മാത്രം 1 ആയാൽ മതി, ബാക്കിയൊന്നും ആവേണ്ട കാര്യമില്ല. ഇവിടെ sin x ന്റെ ഫാക്ടർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എല്ലായിടത്തും ആ 6ന് പകരം sin x ആയിരിക്കും, sin x കോമൺ ആവും, റൈറ്റ്. sin x ന് പകരം x² ആണെങ്കിലും അതായിരിക്കും സംഭവിക്കുന്നത്. സോ അപ്പൊ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ പ്രോപ്പർട്ടിയാണ്. എൻ്റെ ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ എനിക്ക് മനസ്സിലായി, എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എനിക്ക് സൊല്യൂഷൻസ് പരസ്പരം ആഡ് ചെയ്തുകൊണ്ട് ലീനിയർ കോമ്പിനേഷൻ എടുത്തുകൊണ്ട് എനിക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് സൊല്യൂഷൻസ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് സപ്പോസ് എൻ്റെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് ആൻഡ് എനിക്ക് അതിന്റെ രണ്ട് സൊല്യൂഷൻസ് എനിക്ക് കിട്ടി. അതായത് ഫസ്റ്റത്തെ സൊല്യൂഷനാണ് y1, വേറൊരു സൊല്യൂഷനാണ് y2. നമുക്കറിയാം ഞാനിപ്പോൾ 2y1, അതായത് y1ഉം ഒരു സൊല്യൂഷനാണ്, y2 ഒരു സൊല്യൂഷനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സപ്പോസ് 2y1 പ്ലസ് 3y2 അത് വേറൊരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ 27y1 പ്ലസ് 32y2 അത് വേറെ ഒരു സൊല്യൂഷനാണ്. എനിക്ക് എത്ര സൊല്യൂഷൻസ് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പൊ ചോദിക്കാം, ഓക്കെ ഇങ്ങനെ കുറെ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇവിടെ എത്ര ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. അതായത് ഇവിടെ എത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ചോദിക്കാം, എന്താണ് ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന്? ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു സൊല്യൂഷൻ ആണ് ആൻഡ് ഇത് വേറൊരു സൊല്യൂഷൻ ആണ്. ഈ രണ്ട് സൊല്യൂഷൻസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ റൈറ്റ് ഈ സൊല്യൂഷന്റെ കൂടെ ഞാൻ എന്തെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്നതാവരുത്.
ഓക്കെ, കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ 3 സൊല്യൂഷൻസ് ഉണ്ട്, അതായത് y1 y2 y3. ഞാൻ പറയുന്നു ഈ 3 സൊല്യൂഷൻസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കൊരിക്കലും ഈ y3നെ സം നമ്പർ ടൈംസ് y1 പ്ലസ് സം നമ്പർ ടൈംസ് y2 എന്ന് എഴുതാൻ പറ്റില്ല. റൈറ്റ്, അതായത് എൻ്റെ 3 സൊല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 3 ഫംഗ്ഷൻസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എനിക്ക് ഒരിക്കലും അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ മറ്റ് ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റരുത്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ വിളിക്കുന്നവരാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അപ്പൊ എനിക്ക് ചോദിക്കാം, എൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതായത് ഇവിടെ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. എനിക്കതിന് കുറച്ച് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടി. ഈ സൊല്യൂഷൻസ് പരസ്പരം ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് എത്ര സൊല്യൂഷൻസ് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എത്ര നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട്? റൈറ്റ്, അതിന്റെ ആൻസർ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതൊരു ഫാക്ട് ആണ്, ഞാനിത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫോർ എൻ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ n ആണെങ്കിൽ there are exactly n ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. റൈറ്റ്, അതായത് എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ n ആണെങ്കിൽ അവിടെ n നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. ക്ലിയർ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു 4th ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വെച്ചോ. റൈറ്റ്, അവിടെ എക്സാക്ട്ലി 4 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 സൊല്യൂഷൻസിന് എനിക്ക് ഒരിക്കലും അതിനകത്തുള്ള മറ്റുള്ളവരുടെ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസിനും എനിക്ക് ഈ 4 എണ്ണത്തിന്റെ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. റൈറ്റ്, ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണിത്. ഇതൊരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. റൈറ്റ്, ഓക്കെ. നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന്. ഞാൻ ഓൾറെഡി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഇവിടെ ഒരിക്കലും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മൾ പറയുന്നില്ല. നമുക്കറിയണം എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിന്റെ മെക്കാനിസം എന്താണെന്ന്. റൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, e⁻x ഉം e⁻2x ഉം e⁻3x ഉം ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇത് 3 ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഇവിടെ e⁻x yക്ക് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, സിംപ്ലിഫൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നത് 0 തന്നെ ആയിരിക്കും. e⁻2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്ന എക്സാക്ട്ലി 0 തന്നെ ആയിരിക്കും. e⁻3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നത് എക്സാക്ട്ലി 0 തന്നെ ആയിരിക്കും. സോ ഇത് 3ഉം ഇതിന്റെ സൊല്യൂഷൻസ് ആണ്. നമ്മുടെ ഈ ഫാക്ട് അനുസരിച്ച് ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് 3 ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണ് വരേണ്ടത്. ഇതാണ് 3 ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഇതിന്റെ ബാക്കി സൊല്യൂഷൻസ് എല്ലാം ഈ 3 ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസിന്റെ കോമ്പിനേഷൻ ആണ്. അതായത് എനിക്ക് പറയാം, ഇൻ ജനറൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y is equal to some constant e⁻x plus some another constant e⁻2x plus another constant e⁻3x. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, എനിക്ക് ഒരിക്കലും e⁻2x-നെയോ e⁻3x-നെയോ മറ്റ് രണ്ടെണ്ണത്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റത്തില്ല. എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല e⁻3x is equal to some number times e⁻2x plus some number times e⁻2x എന്ന്. റൈറ്റ്, ഓക്കെ. സോ ഇത് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസിനെയും എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ആൻഡ് ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, അതായത് ഇവിടെ 3 കോൺസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ 3 കോൺസ്റ്റൻസ് ഏത് കോൺസ്റ്റൻസാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 3 ആണെങ്കിൽ അവിടെ 3 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റൻസ് ഉണ്ടാവുമെന്ന്. ബിക്കോസ് ഞാൻ 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ആ കോൺസ്റ്റൻസ് ആണ് എസെൻഷ്യലി ഇത്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണോ അത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോൺസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണോ അത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും അതിനുണ്ടാവും. ആൻഡ് എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ലീനിയർ ഹോമോജനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഇതിന്റെ സം ബാക്കി എല്ലാ സൊല്യൂഷൻസിനെയും കൺസ്ട്രക്ട് ചെയ്യും. അടുത്തൊരു എക്സാമ്പിൾ ആണ്. റൈറ്റ്, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. d²y/dx² + 3dy/dx + 2y = 0. റൈറ്റ്, ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്താൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇത് രണ്ടുമാണ് ഇതിന്റെ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഇവിടെ വൈക്ക് വരെ ഈ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. റൈറ്റ്, എക്സാക്ട്ലി 0 ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് മനസ്സിലായി ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ അതിന് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. അതാണ് ഇത് രണ്ടും. ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് പറയാം, ഇൻ ജനറൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? c1 e⁻x plus c2 e⁻2x. സോ ഇതാണ് ഇൻ ജനറൽ ഇതിന്റെ സൊല്യൂഷൻ. എങ്കിൽ നമുക്കിനി അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ലീനിയർ നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന്. റൈറ്റ്, ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഈ സൈഡ് 0 ആയിരിക്കും. നോൺ ഹോമോജനസ് എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ ആ സൈഡിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. സപ്പോസ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഫംഗ്ഷൻ e⁻x ആണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് ആലോചിച്ച് നോക്കാം എന്താണ് ഇതിന്റെ പിന്നുള്ള പ്രിൻസിപ്പിൾ എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പറയുക എന്ന ഉദ്ദേശം എനിക്കില്ല.
എനിക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ മനസ്സിലാക്കുക. എനിക്കതാണ് വേണ്ടത്. ഓക്കെ റൈറ്റ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, y is equal to 1/6 e raised to x. ഇത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ഡെറിവേറ്റീവ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി എനിക്ക് ഈ സൈഡിൽ e raised to x എന്ന് തന്നെ കിട്ടും. ഓക്കെ, സോ ഇത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ റൈറ്റ്. ഇത് നോൺ ഹോമോജനസ് ആണ്, അത് ഓർമ്മ വേണം. എങ്കിൽ എന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് അതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇത് മാത്രമല്ല വേറെയും സൊല്യൂഷൻ ഉണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ സൊല്യൂഷന്റെ കൂടെ സപ്പോസ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ഈ സൈഡ് 0 ആയിരുന്നെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടത്തില്ലേ? ആ സൊല്യൂഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്താൽ അതും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അവിടെ എന്താ വർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സപ്പോസ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y is equal to 1/6 e raised to x. ആൻഡ് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹോമോജനസ് വേർഷൻ എടുക്കുവാണ്. ഹോമോജനസ് വേർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ പറയും d square y by dx square plus 3dv by dx plus 2y equal to 0. ഇതാണ് ഇതിന്റെ ഹോമോജനസ് വേർഷൻ. റൈറ്റ്. എങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നു സപ്പോസ് ഇതിന്റെ സൊല്യൂഷൻ ആണ് YH, അതായത് y ഹോമോജനസ്. റൈറ്റ്. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് d square y homogeneous by dx square plus 3d by dx of y homogeneous plus 2y homogeneous equal to 0. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു, അതായത് ഹോമോജനസ് പാർട്ടിന്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. റൈറ്റ്. എങ്കിൽ എന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? y equal to 1/6 e raised to x. ഓക്കെ, ഞാൻ ഈ 1/6 e raised to x അത് ഓൾറെഡി സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അത് ആക്ച്വലി നമ്മുടെ ഈ ഫുൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. റൈറ്റ്. ഓക്കെ, ഞാൻ അതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാ വിളിക്കുന്നത്, പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഞാൻ അതിനെ yp എന്നാ വിളിക്കുന്നത്. റൈറ്റ്. സോ എനിക്ക് എഴുതാം നമ്മുടെ എന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? yp പ്ലസ് y ഹോമോജനസ്. ഇതും നമ്മുടെ ആക്ച്വലി ഉള്ള ഈ നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്, അതായത് ഈ സം. ഓക്കെ, നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്ന്. റൈറ്റ്. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഈ y കിടക്കുന്നിടത്തേക്ക് നമ്മൾ yp പ്ലസ് y ഹോമോജനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം നമ്മൾ അങ്ങനെ കൊടുത്താൽ എന്ത് കിട്ടുമെന്ന്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും this is solution implies d square by dx square yp plus y homogeneous plus 3 d by dx yp plus y homogeneous plus 2 yp plus y homogeneous. റൈറ്റ്. ഓക്കെ, നമുക്കറിയേണ്ടത് ഇതിന്റെ ആൻസർ 0 ആണെന്നാണ്. റൈറ്റ്. ഞാൻ ഇതിനൊരു സ്ലൈറ്റ് ചേഞ്ചസ് വരുത്താൻ പോവാ. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് d square by dx square. റൈറ്റ്. ഞാൻ ഈ പർട്ടിക്കുലർ സൊല്യൂഷന്റെ പാർട്ട് വരുന്നതിനെ മാത്രം ഞാൻ ഒരു സൈഡിലോട്ട് ഐസൊലേറ്റ് ചെയ്യുന്നു. സോ എനിക്ക് എഴുതാം yp പ്ലസ് 3d by dx yp പ്ലസ് 2yp. റൈറ്റ്. ഇനി അടുത്തത് ഹോമോജനസ് പാർട്ട്. d square by dx square y homogeneous plus 3d by dx y homogeneous plus 2y homogeneous. റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ഇവിടെ കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് e raised to x ആയിരിക്കും. ഓക്കെ റൈറ്റ്. എനിക്കറിയാം അത് e raised to x ആണ്, അതായത് ഇത്രയും പാർട്ട്. റൈറ്റ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഹോമോജനസ് പാർട്ടിന്റെ സൊല്യൂഷൻ ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്തായാലും കിട്ടുന്നത് 0. ബിക്കോസ് ഹോമോജനസ് പാർട്ടിന്റെ സൊല്യൂഷൻ ആണ് ആക്ച്വലി ആ y ഹോമോജനസ്. എന്ന് വെച്ചാൽ ഇത് എന്തായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് മൊത്തത്തിൽ 0 ആണ്. എന്ന് വെച്ചാൽ 0 ഈക്വൽ ടു e raised to x. അതായത് നമുക്ക് മനസ്സിലായി എൻ്റെ ഒരു നോൺ ഹോമോജനസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, റൈറ്റ്, ആ നോൺ ഹോമോജനസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇറ്റ്സെൽഫ് പ്ലസ് എനിക്ക് അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യാം, ആ
ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹോമോജനസ് വേർഷന്റെ സൊല്യൂഷൻ കൂടെ എനിക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഈ കിട്ടുന്നതാണ് അതിന്റെ മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്ക് ഓൾറെഡി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. റൈറ്റ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇതിന്റെ സൊല്യൂഷൻ, ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാം, ഓക്കെ റൈറ്റ്, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന് 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ്സ് ഉണ്ട് ആൻഡ് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ആൻഡ് ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബിക്കോസ് ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന്റെ പവറും എക്സിന്റെ ഡെറിവേറ്റീവ്സിന്റെ പവറും 1 ആണ്. സോ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സൊല്യൂഷൻസ് പരസ്പരം ആഡ് ചെയ്യാം. സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആണ്. റൈറ്റ്. സോ നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാന്ന്. റൈറ്റ്. എനിക്ക് വേണമെങ്കിൽ ഇത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. അതായത് ഞാൻ എക്സിനെയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും ഞാൻ കുറച്ചും കൂടി ഒരു ഗസ് വർക്ക് ചെയ്യാൻ പോവാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഇക്വേഷനെ സ്ലൈറ്റ്ലി ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുവാണ്. എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് d²x/dt² ഈക്വൽ ടു -ω²x. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, എന്താണ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്നിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടണം? എക്സ് തന്നെ കിട്ടണം വിത്ത് എ മൈനസ് സൈൻ വിത്ത് എൻ ω². തൽക്കാലം ω² പറ്റി മറക്കുക. ബിക്കോസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഒരു നമ്പർ വരുത്തിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിക്കോസ് ഫംഗ്ഷനകത്ത് വേരിയബിളിന്റെ കൂടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പുറത്തു വന്നോളൂ. സോ അതിനെപ്പറ്റി തൽക്കാലം പറയേണ്ട. നമുക്കിത് അറിയേണ്ടത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതേ ഫംഗ്ഷൻ തന്നെ കിട്ടണം വിത്ത് എ മൈനസ് സൈൻ. ഏതാണ് ആ ഫംഗ്ഷൻ? ചിലപ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. ബിക്കോസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൈനസ് വേർഷൻ വരണം. ഓക്കെ റൈറ്റ്. പിന്നെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ e⁻i⁻θ അല്ലെങ്കിൽ e⁻−it, എനിക്ക് ഈ ടൈപ്പ് ഫംഗ്ഷൻസ് എടുക്കാം. പക്ഷേ ഞാൻ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യാത്തത്. ഇതാണെങ്കിൽ വർക്ക് ചെയ്യും. ബിക്കോസ് ഓൾറെഡി ഐ എന്താണെന്ന് അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e⁻it ഇൻറ്റു ഐ വരും. ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഗൈൻ 1 more i വരും. ആൻഡ് i ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി -1 ആണ്. സോ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഞാൻ തൽക്കാലം ഈ ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ബിക്കോസ് സപ്പോസ് ആലോചിക്കുക, സൈൻ ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് കിട്ടും. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ. സോ ആ ഫംഗ്ഷൻ തന്നെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വന്നു വിത്ത് എ മൈനസ് സൈൻ. ഇനി കോസിന് ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് മൈനസ് കിട്ടും. അല്ല, കോസിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് മൈനസ് സൈൻ തീറ്റയാണ് കിട്ടാൻ പോകുന്നത്. സൈൻ ടി ആണ് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് കോസ് ടി. സോ എനിക്ക് മൈനസ് കിട്ടി. സോ നമുക്ക് മനസ്സിലായി സൈനും കോസും വർക്ക് ചെയ്യുന്ന 2 ഫംഗ്ഷൻസ് ആണ്. സോ എനിക്ക് എഴുതാം ഫസ്റ്റത്തെ ഒരു കേസ് എക്സ് ഓഫ് ടി. അവൻ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓക്കെ, സം സൈൻ. ഓക്കെ റൈറ്റ്, സൈൻ ടി. പക്ഷെ എനിക്കറിയാം 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ω² പുറത്ത് വരണം. എങ്കിൽ ഞാൻ ഇതിനകത്ത് ω ഇട്ട് കൊടുത്താൽ മതി. ബിക്കോസ് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ω വരും. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ω വരും. സോ എനിക്ക് ω² കിട്ടും. എല്ലാം വർക്കൗട്ട് ആവും. സോ എക്സ് ഓഫ് ടി ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് ഓഫ് ടി ആണ്. ഇനി നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ 2 സൊല്യൂഷൻസ് ഉണ്ട്, 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഉണ്ട്. അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ω⁻t. ബിക്കോസ് നമുക്കറിയാം കോസിനും അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് സൈനും കോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ഒരിക്കലും സൈനിന്റെ കൂടെ എന്തെങ്കിലും നമ്പർ ആഡ് ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തോ ഒരിക്കലും കോസ് ആക്കാൻ പറ്റില്ല. ഓക്കെ. സോ നമുക്ക് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സ് ഓഫ് ടി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എ സൈൻ ω⁻t പ്ലസ് ബി cos ω⁻t. റൈറ്റ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ്സ്. നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ 2 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ്സ്. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് ഈ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ്സ് എന്താണെന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് അതിനാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്കറിയാം അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്റെ പൊസിഷൻ സം എക്സ് ഓഫ് 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ച് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നോക്കിയാൽ നമ്മുടെ സൈൻ്റെ ടേം മൊത്തത്തിൽ പോവും. ബാക്കി നമ്മുടെ കോസിന്റെ ടേം കോസ് 0 ആവും. സോ ഇത് മൊത്തത്തിൽ 1 ആവും. സോ എനിക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഓഫ് 0 ഈക്വൽ ടു ബി. സോ നമുക്ക് ബി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് എ എന്താണെന്ന് മനസ്സിലാക്കണം.
സോ ഞാനൊരു കാര്യം ചെയ്യണം, ഞാൻ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വെലോസിറ്റി ആവും. സോ എനിക്ക് t = 0 ഉള്ള വെലോസിറ്റി എന്താണെന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എനിക്ക് അതിനകത്ത് നിന്ന് ചിലപ്പോൾ എയുടെ വാല്യൂ കിട്ടും. നോക്കാം. എനിക്ക് ഇതിനകത്ത് എഴുതാം, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് എഴുതാം v of t = a സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos ഒമേഗ ടി പ്ലസ് b കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഒമേഗ ടി. ഓ റൈറ്റ്, ഞാനൊരു ഒമേഗ മിസ് ചെയ്തു. ആൻഡ് ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ബിക്കോസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ പുറത്ത് വരും. റൈറ്റ്. ആൻഡ് ഇവിടെ എനിക്ക് നോക്കാൻ പറ്റും, അറ്റ് t = 0 ആകുമ്പോൾ സപ്പോസ് എൻ്റെ വെലോസിറ്റി v of 0 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് v of 0 = ഞാൻ t = 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തത്തിൽ പോകും, ബിക്കോസ് ഒമേഗ t = 0 ആകുമ്പോൾ സൈൻ 0 ആവും. അപ്പോൾ ഈ ടേം ഫുൾ പോയി. ആൻഡ് ഇവിടെ കോസ് 0 ആവും. റൈറ്റ്. എന്ന് വെച്ചാൽ കോസ് 0യുടെ വാല്യൂ 1 ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്തോ കിട്ടും, ഒമേഗ എ. സോ എനിക്ക് കിട്ടി അതിനകത്ത് നിന്ന് a = v of 0 by ഒമേഗ. റൈറ്റ്. സോ എനിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് എഴുതാം x of t = a. a എന്ന് പറഞ്ഞാൽ v of 0 by ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് b എന്ന് പറഞ്ഞാൽ x of 0 കോസ് ഒമേഗ ടി. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ.